ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. മലയോര മേഖലയിലെ കർഷകർക്ക് പല പദ്ധതികളും സുഗമമായി നടപ്പിലാക്കാൻ പുതിയ താലൂക്ക് യാഥാർത്ഥ്യമായതിലൂടെ സാധ്യമാകും. കിലോമീറ്ററുകൾ താണ്ടി കോഴിക്കോട്ടെത്തി കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനും വേഗത്തിൽ താമരശ്ശേരിയിൽ തന്നെ സർക്കാർ വകുപ്പുകൾ പ്രവർത്തനം തുടങ്ങിയാൽ കഴിയും. സർവോപരി ഗവൺമെന്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും കർഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്കു ശേഷം. ഇന്ന് കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഭരിക്കുന്ന സർക്കാർ കോർപ്പറേറ്റുകളുടെ സർക്കാരാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VV ദക്ഷിണാമൂർത്തി. പാചകവാതക വില വർധനവിനെതിരെ CPMന്റെ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു. കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്കിലേക്കുള്ള സ്വീപ്പർ നിയമനത്തിൽ ക്രമക്കേടെന്ന് DYFI. നിയമനത്തിനെതിരെ പ്രവർത്തകർ ബാങ്ക് ഉപരോധിച്ചു. കാരപ്പറമ്പ് ഹോമിയോ മെഡിക്കൽ കോളേജ് ശുദ്ധീകരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ ധർണ. വാർത്തകൾ വിശദമായി. ജനങ്ങൾക്കു വേണ്ടിയാണ് സർക്കാർ ഭരിക്കേണ്ടത്. എന്നാൽ ഇന്ന് കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഭരിക്കുന്ന സർക്കാർ കോർപ്പറേറ്റുകളുടെ സർക്കാരാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VV ദക്ഷിണാമൂർത്തി. പാചകവാതക വില വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് CPMന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച നിരാഹാര സത്യാഗ്രഹം കിഡ്സൺ കോർണറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയിലെ 13 അസംബ്ലി മണ്ഡലങ്ങളിലായി 140ഓളം കേന്ദ്രങ്ങളിൽ നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നുണ്ട്. പാചകവാതക വില വർധനവ് പിൻവലിക്കുക, APL BPL വ്യത്യാസമില്ലാതെ എല്ലാവർക്കും സബ്സിഡി നിരക്കിൽ 12 സിലിണ്ടർ അനുവദിക്കുക, അവശ്യ സാധനങ്ങളുടെ വില വർധനവ് തടയുക, ആധാർ നിബന്ധനകൾ ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് CPIMന്റെ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു. CPIM ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാനാഞ്ചിറ കിഡ്സൺ കോർണറിൽ സംഘടിപ്പിച്ച സത്യാഗ്രഹം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VV ദക്ഷിണാമൂർത്തി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്കു വേണ്ടിയാണ് സർക്കാർ ഭരിക്കേണ്ടത്. എന്നാൽ ഇന്ന് കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഭരിക്കുന്ന സർക്കാർ കോർപ്പറേറ്റുകളുടെ സർക്കാരാണെന്ന് അദ്ദേഹം ആരോപിച്ചു. കോൺഗ്രസിനെയും BJPയെയും കോർപ്പറേറ്റുകൾ ഒരുപോലെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വില വർദ്ധിപ്പിക്കുന്ന സർക്കാരിന് ഒരാശങ്കയുമില്ല. ജനങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും അവർക്കത് പ്രശ്നമല്ല. ജനങ്ങളുടെ ദുരിതവും കഷ്ടപ്പാടും വേദനയും അറിയാൻ കഴിയുന്ന സർക്കാരല്ല കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഭരിക്കുന്നത്. സമരത്തിൽ നോർത്ത് ഏരിയ കമ്മിറ്റി അംഗം KG അശോകൻ അധ്യക്ഷത വഹിച്ചു. CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ, ഹരിദാസൻ മാസ്റ്റർ, PP ലക്ഷ്മണൻ എന്നിവർ സംബന്ധിച്ചു. പാചകവാതക വില വർധനവിൽ പ്രതിഷേധിച്ച് CPM നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരത്തിന്റെ ഭാഗമായി ഫറോക്കിൽ നടന്ന പരിപാടി മുൻ MLA VKC മഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം M ഗിരീഷിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നിരാഹാര സമരത്തിൽ എളമരം കരീം MLA, ഫറോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വാളക്കട സരസു എന്നിവർ സംസാരിച്ചു. പാചകവാതക വില വർധനവിനെതിരെ കൊയിലാണ്ടി നിയോജക മണ്ഡലത്തിൽ 11 കേന്ദ്രങ്ങളിൽ നിരാഹാരം ആരംഭിച്ചു. കൊയിലാണ്ടി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P വിശ്വന്റെ നേതൃത്വത്തിലാണ് നിരാഹാരം അനുഷ്ഠിക്കുന്നത്. A പ്രദീപ് കുമാർ MLA നിരാഹാരം ഉദ്ഘാടനം ചെയ്തു. കൊയിലാണ്ടി നിയോജക മണ്ഡലത്തിൽ തിക്കോടി, പയ്യോളി, മുത്താമ്പി, പൂക്കാട്, കാട്ടിലെ പിടുക, ചെങ്ങോട്ടുകാവ്, തുറയൂർ എന്നിവിടങ്ങളിലാണ് നിരാഹാരം. PC സതീഷ് ചന്ദ്രൻ, PV മാധവൻ, KC ബാലൻ നായർ, PK ബാബു എന്നിവരാണ് പ്രധാന കേന്ദ്രങ്ങളിൽ നിരാഹാരം അനുഷ്ഠിക്കുന്നത്. ഗ്യാസ് വില വർധനവിനെതിരെ ബേപ്പൂരിൽ നടന്ന നിരാഹാര സമരം എളമരം കരീം MLA ഉദ്ഘാടനം ചെയ്തു. K സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു. കരുവള്ളി ശശി, PV ഹൈദരലി, P ജലജ, V പ്രസീജ, പള്ളത്ത് പത്മനാഭൻ എന്നിവരാണ് നിരാഹാരം അനുഷ്ഠിക്കുന്നത്. അരക്കിണർ ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ നടക്കുന്ന നിരാഹാരം T ഹസൻ ഉദ്ഘാടനം ചെയ്തു. P ദേവരാജൻ അധ്യക്ഷത വഹിച്ചു. എളമരം കരീം MLA, PP ബീരാൻ കോയ എന്നിവർ സംസാരിച്ചു. കാരപ്പറമ്പ് ഹോമിയോ കോളേജ് ശുദ്ധീകരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. ഹോമിയോ കോളേജിന് മുന്നിൽ നടന്ന ധർണ KPCC സെക്രട്ടറി K പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു.
യോഗ്യതയുള്ളവരെ മാത്രം തസ്തികയിൽ നിയമിക്കുക, ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യുക, AG റിപ്പോർട്ടിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുക, അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുക, രോഗികൾക്ക് മാന്യമായ പരിചരണവും സുരക്ഷയും ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോഴിക്കോട് ഹോമിയോ കോളേജിന് മുൻപിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ധർണ KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമായ കോഴിക്കോട് ഹോമിയോ മെഡിക്കൽ കോളേജിൽ 11 വർഷക്കാലം മരുന്ന് വിതരണം നടത്തിയത് യോഗ്യതയില്ലാത്ത ആളുകളാണെന്നും ആ വർഷക്കാലത്തിനിടയ്ക്ക് മരുന്ന് ലഭിച്ച രോഗികൾക്ക് ലഭിച്ചത് യഥാർത്ഥ മരുന്നാണോ എന്ന് സംശയം AG രേഖപ്പെടുത്തിയ ഒരു ഗൗരവകരമായ സാഹചര്യമാണ് ഇവിടെ നിൽക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PP നൌഷീർ മുഖ്യപ്രഭാഷണം നടത്തി. PV വിനേഷ്, K വിജയൻ, K പ്രിയങ്ക എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്കിലേക്കുള്ള സ്വീപ്പർ പോസ്റ്റ് നിയമനം DYFI പ്രവർത്തകർ ഉപരോധിച്ചു. നിയമനത്തിൽ ക്രമക്കേടുണ്ടെന്ന പരാതിയെ തുടർന്നാണ് പ്രവർത്തകർ ഉപരോധ സമരവുമായി എത്തിയത്. DYFI പ്രവർത്തകർ കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക് ഉപരോധിച്ചു. ബാങ്കിൽ നടന്ന സ്വീപ്പിംഗ് പോസ്റ്റിലേക്കുള്ള നിയമനത്തിൽ ക്രമക്കേടുണ്ടെന്ന പരാതിയെ തുടർന്നാണ് DYFI ടൗൺ ബ്ലോക്ക് സെക്രട്ടറി പ്രമോദിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ ഉപരോധവുമായി എത്തിയത്. ബോർഡിന്റെ താൽപര്യത്തിൽ നിയമിക്കുന്ന പാർട്ട് ടൈം സ്വീപ്പറിലേക്കാണ് നിയമനം. ഒക്ടോബർ മാസത്തിൽ പോസ്റ്റിലേക്ക് ആളെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരസ്യം നൽകുകയും നവംബർ മാസത്തിൽ ഇന്റർവ്യൂ നടത്തുകയും 1 മാസത്തിനുള്ളിൽ തന്നെ തിരഞ്ഞെടുത്ത ആളുകളുടെ ലിസ്റ്റ് പുറപ്പെടുവിക്കുകയും ചെയ്തു. തുടർന്ന് നടന്ന ഇന്റർവ്യൂവിൽ 9 പേരെ സ്വീപ്പിംഗ് പോസ്റ്റിലേക്ക് നിയമിക്കുകയും ചെയ്തു. എന്നാൽ ഈ നിയമനത്തിനിടയിലാണ് DYFI പ്രവർത്തകർ പ്രക്ഷോഭവുമായി എത്തിയത്. അർഹരായവർക്കല്ല നിയമനം നൽകിയിരിക്കുന്നത്. 2 ലക്ഷത്തിലധികം പണം ബാങ്ക് അപേക്ഷകരോട് കൈക്കൂലി വാങ്ങിയാണ് പുതിയ നിയമനം. പ്രധാന പത്രങ്ങളിലൊന്നും പരസ്യം നൽകാതെ വർത്തമാന പത്രത്തിൽ മാത്രം പരസ്യം നൽകിയത് എന്തുകൊണ്ടാണെന്നും ബാങ്കിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇതിൽ മൗനം പാലിക്കുന്നതെന്തുമാണെന്ന ചോദ്യങ്ങളുമായാണ് DYFI പ്രവർത്തകർ പ്രക്ഷോഭവുമായി എത്തിയത്. എന്നാൽ ബാങ്കിൽ യാതൊരു കള്ളക്കളിയും നടന്നിട്ടില്ലെന്നും അർഹരായവർക്ക് തന്നെയാണ് ബോർഡ് നിയമനം നൽകിയതെന്നും ബാങ്ക് ഉദ്യോഗസ്ഥർ പറഞ്ഞു. തുടർന്ന് ബാങ്ക് ഉദ്യോഗസ്ഥരും DYFI പ്രവർത്തകരും നടത്തിയ ചർച്ചയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന താൽക്കാലിക നിയമനം നിർത്തിവെക്കാനും ബാങ്ക് ഭരണാധികാരികളുമായി ചർച്ച ചെയ്ത് തുടർ നടപടികളെടുക്കാനും തീരുമാനിച്ചു. അനധികൃത ചികിത്സ നടത്തിയ സിദ്ധനെ പരപ്പനങ്ങാടി SI അനിൽകുമാർ മേപ്പിളിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു. ചെറമംഗലം അറ്റത്തങ്ങാടിയിലെ KK അബ്ദുൽ സലാമിനെയാണ് പിടികൂടിയത്. രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. സുഖപ്രസവത്തിന് എളുപ്പവഴി, കേസിൽ അകപ്പെട്ടവർക്ക് പുറത്തിറങ്ങാൻ കുറുക്കുവഴി, ദിവസവും നല്ല മീൻ കിട്ടാൻ പ്രത്യേക പ്രാർത്ഥന തുടങ്ങി 103 പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് പറഞ്ഞാണ് പൂരപ്പുഴ അറ്റത്തങ്ങാടി സ്വദേശി അബ്ദുൽ സലാം തന്റെ സ്ഥാപനത്തെ പരസ്യപ്പെടുത്തിയിരുന്നത്. ആവശ്യക്കാരനാണെന്ന് അറിയിച്ചാണ് പരപ്പനങ്ങാടി പോലീസ് ഇയാളെ തന്ത്രപരമായി വലയിലാക്കിയത്. 10,000-ഓളം രൂപയായിരുന്നു ഇയാൾ ഓരോ സിറ്റിംഗിനും ആവശ്യപ്പെട്ടിരുന്നത്. സ്ത്രീകളും രോഗികളും വിദേശത്തുള്ളവരുമടക്കം നിരവധി പേർ ഇയാളുടെ തട്ടിപ്പിനിരയായിട്ടുണ്ടെന്നും ഇയാളെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു വരികയാണെന്നും പരപ്പനങ്ങാടി SI അനിൽകുമാർ മേപ്പള്ളി പറഞ്ഞു. ഈ വ്യാജ സിദ്ധന്മാര് പിന്നെ ഈ മാറാരോഗങ്ങൾക്ക് മരുന്ന് കൊടുത്ത് ആളുകളെ ചൂഷണം ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. പ്രത്യേകിച്ച് ഈ ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ഭാര്യമാര് അല്ലെങ്കിൽ ഈ മത്സ്യത്തൊഴിലാളികൾ ഈ മാറാരോഗങ്ങൾ പ്രത്യേകിച്ച് ക്യാൻസർ അല്ലെങ്കിൽ മറ്റുള്ള മാറാവ്യാധികളായിട്ട് ബന്ധപ്പെട്ട് അസുഖങ്ങൾ പിടിച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ ഇവരെ പ്രത്യേകിച്ചും അവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായിട്ടുള്ള തട്ടിപ്പ് നടത്തുന്നതായിട്ടുള്ള വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കസ്റ്റമർ എന്ന നിലയിൽ ഇയാളെ സമീപിച്ച് ഇയാൾ ചെയ്യുന്ന ചികിത്സകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇന്ന് ഉച്ചയോടെ നമ്മൾ ഇയാളുടെ വീട്ടിലാണ് ഈ ചികിത്സകൾ നടത്തുന്നത്. ഇതുപോലുള്ള കുറേയധികം ആൾദൈവങ്ങൾ 8ാം ക്ലാസ് പോലും പാസ്സാവാത്ത ആളാണ് ഈ പറഞ്ഞ കക്ഷി. ഇയാൾ അറബി മാന്ത്രിക പൂജയ്ക്കായി ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും വിസിറ്റിംഗ് കാർഡുകളും പോലീസ് ഇയാളുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. SI അനിൽകുമാർ മേപ്പള്ളി, ASI സുരേന്ദ്രൻ, SCPOമാരായ സലേഷ്, റഹീം യൂസഫ്, VT അരുൺ, സുരേഷ്, ഉദയൻ, WCPMO ആയ രാജാമണി എന്നിവരടങ്ങുന്ന ഇൻവെസ്റ്റിഗേഷൻ സംഘം ചേർന്നാണ് ഇയാളെ വലയിലാക്കിയത്. ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കർഷകരെ ബുദ്ധിമുട്ടിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഹരിതസേന ആവശ്യപ്പെട്ടു. മണ്ണ് ക്വാറി മാഫിയകളെ സഹായിക്കുകയും മലയോര നിവാസികളെ ദ്രോഹിക്കുകയും ചെയ്യുന്ന സമീപനമാണ് ഉദ്യോഗസ്ഥർ നടപ്പിലാക്കുന്നതെന്നും ഭാരവാഹികൾ ആരോപിച്ചു.
ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും സൃഷ്ടിക്കില്ല എന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ മലയോര ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടികൾ സ്വീകരിക്കുകയാണ്. പരിസ്ഥിതി ലോല പ്രദേശമായ കാവിലുംപാറയിൽ സ്വന്തം ഭൂമിയിൽ വീട് വെക്കാൻ സ്ഥലം നിരപ്പാക്കിയതിന് ഉദ്യോഗസ്ഥർ പിഴയിട്ടത് 15,000 രൂപയാണ്. സമാനമായ സംഭവം മലപ്പുറം ജില്ലയിലെ പോത്തുകൽ പഞ്ചായത്തിലുമുണ്ടായി. പശ്ചിമഘട്ട മലനിരകൾക്ക് ലോക പൈതൃക പദവി ലഭിക്കാനായി മനുഷ്യവാസം ഇല്ലാതാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സർക്കാർ അനുമതിയോടെ ഉദ്യോഗസ്ഥർ ഇത്തരം ദ്രോഹ നടപടികൾ സ്വീകരിക്കുന്നതെന്ന് ഹരിതസേന ആരോപിച്ചു. എന്നാൽ കരിങ്കൽ മണ്ണ് മാഫിയകൾക്ക് നേരെ ഉദ്യോഗസ്ഥ വൃന്ദം കണ്ണടയ്ക്കുകയാണെന്നും അവർ പറഞ്ഞു. മലയോര ജനങ്ങളെ പുകച്ചു പുറത്തുചാടിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ ശിക്ഷാ നടപടികൾ ഉണ്ടാവണമെന്നും ഈ ആവശ്യം നിയമസഭയിൽ ഉന്നയിക്കുമെന്നും ഹരിതസേന ചെയർമാൻ VT പ്രദീപ് കുമാർ പറഞ്ഞു. വാർത്തയിൽ ഒരിടവേള. The handcrafted collection by Kalyan Sarees. അരയിടത്തുപാലം, കോഴിക്കോട്. ജനലക്ഷങ്ങൾ ഏറ്റുവാങ്ങിയ കളഭച്ചാർത്ത് സ്ത്രീകൾക്കായി ഒരുക്കുന്നു ഒരു സുവർണാവസരം. കളഭച്ചാർത്തിൽ പങ്കാളികളായിക്കൊണ്ട് പ്രതിമാസം 12,000 രൂപ വരെ വരുമാനം. വിശദവിവരങ്ങൾക്ക് വിളിക്കുക 04912576 ഓരോ വീട്ടിലും ഇനി കളഭച്ചാർത്തിന്റെ പവിത്രത നിറയട്ടെ. ചേച്ചി റെഡി? എങ്ങനെ, നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി ഗോൾഡറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ. ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂളല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. 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 ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. Mine Diamonds from Malabar Golden Diamonds. വാർത്തകൾ തുടരുന്നു. കാഴ്ചയില്ലാത്തവരെ ലിപി പഠിപ്പിക്കാൻ ഒരു കൂട്ടം കാഴ്ചയുള്ള അധ്യാപകർ ഒരുങ്ങുന്നു. ജില്ലയിൽ സംയോജിത വിദ്യാഭ്യാസ പദ്ധതി പ്രകാരം പ്രവർത്തിക്കുന്ന റിസോഴ്സ് അധ്യാപകർക്കാണ് ബ്രെയിൻ ലിപിയിൽ വിദഗ്ധ പരിശീലനം നൽകുന്നത്. ചാലപ്പുറം ഗവൺമെന്റ് അച്യുതൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് 6 ദിവസങ്ങളിലായി പരിശീലന പരിപാടി നടക്കുന്നത്. കാഴ്ചയുള്ള അധ്യാപകർക്കായി ബ്രെയിൻ ലിപി പരിശീലന കോഴ്സിന് ചാലപ്പുറം ഗവൺമെന്റ് അച്യുതൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. കോഴിക്കോട് ജില്ലയിൽ സംയോജിത വിദ്യാഭ്യാസ പദ്ധതി പ്രകാരം പ്രവർത്തിക്കുന്ന 60 റിസോഴ്സ് അധ്യാപകർക്കായാണ് കോഴിക്കോട് ഡയറ്റിന്റെ ആഭിമുഖ്യത്തിൽ പരിശീലനം നൽകുന്നത്. 6 ദിവസങ്ങളിലായി നടക്കുന്ന പരിശീലന കോഴ്സിൽ ഇംഗ്ലീഷ്, മലയാളം എന്നീ വിഷയങ്ങളിലായാണ് പരിശീലനം നൽകുന്നത്. അധ്യാപകരെ ബ്രെയിൻ ലിപിയിൽ വിദഗ്ധ പരിശീലനം നൽകി കാഴ്ച വൈകല്യമുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ പ്രാപ്തരാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. മീൻചന്ത ഹൈസ്കൂളിലെ ബ്ലൈൻഡ് റിസോഴ്സ് അധ്യാപകനായ PT മുഹമ്മദ് മുസ്തഫ, റിസോഴ്സ് അധ്യാപകരായ PK ഇക്ബാൽ, റുക്സാന, അനിൽ എന്നിവരാണ് പരിശീലനത്തിന് ക്ലാസ് എടുക്കുന്നത്. പരിശീലന കോഴ്സിന്റെ ഉദ്ഘാടനം കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പീയൂഷാദേവി ടീച്ചർ നിർവഹിച്ചു. സംസ്ഥാനത്തെ ചെറുകിട കരാറുകാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന സാഹചര്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ നേതൃത്വത്തിൽ ധർണ നടത്തി. കോഴിക്കോട് കലക്ടറേറ്റിന് മുമ്പിലേക്ക് നടത്തിയ ധർണ സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് VKC മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. പൊതുമരാമത്ത് ജലസേചന വകുപ്പിൽ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച വകയിൽ ഗവൺമെന്റ് കരാറുകാർക്ക് 1,700 കോടി രൂപ കുടിശ്ശിക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ചെറുകിട കരാറുകാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അതിനാൽ കരാറുകാരുടെ കുടിശ്ശിക ബില്ലുകൾ അടിയന്തരമായി കൊടുത്തു തീർക്കുക, കരാർ മേഖലയിലെ കുത്തകവൽക്കരണം അവസാനിപ്പിക്കുക, ചെറുകിട കരാറുകാർക്കെതിരായിട്ടുള്ള കരിനിയമങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ നേതൃത്വത്തിൽ ധർണ നടത്തിയത്. കോഴിക്കോട് കലക്ടറേറ്റിന് മുൻപിൽ നടന്ന ധർണ സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് VKC മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. ബാക്കിയാകുമ്പോൾ ചെറുകിട കരാറുകാരൊക്കെ ഘട്ടം നഷ്ടം സഹിച്ച് പോകുമ്പോൾ ഗവൺമെന്റിന് വലിയ ബാധ്യതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗവൺമെന്റ് ഈ സ്ഥിതിയിൽ നിന്ന് പിന്മാറണം. പണിയെടുത്ത കരാറുകാർക്ക് സമയത്തിന് പണം കൊടുക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. സംസ്ഥാന ജനറൽ സെക്രട്ടറി P നാഗരത്നം അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് P മോഹൻദാസ്, ബഷീർ കുണ്ടായിത്തോട്, T മധു, K ദിനേശൻ, P ഉദയകുമാർ, P പ്രശാന്ത് എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. ജവഹർലാൽ നെഹ്റു 125 ജന്മവാർഷികത്തിന്റെ ഭാഗമായി നടത്തിയ സംസ്ഥാന ശലഭമേള വിജയികൾക്കുള്ള സ്വീകരണവും കുഞ്ഞുണ്ണി കവിതാ പുരസ്കാർ ജേതാവ് M ശിവാനിക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. കോഴിക്കോട് പോലീസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി PR നാഥൻ ഉദ്ഘാടനം ചെയ്തു. ജവഹർലാൽ നെഹ്റുവിന്റെ 125ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ദേശീയ ബാലതരംഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ്.
125 ദിന ആഘോഷ പരിപാടികളാണ് 2013-14 കാലഘട്ടത്തിൽ നടന്നത്. ആഘോഷങ്ങളുടെ ഉത്തരമേഖല ഉദ്ഘാടനം കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രനായിരുന്നു നിർവഹിച്ചിരുന്നത്. പത്മശ്രീ ജഗത്, പി വിദ്യുത് എന്നിവർക്ക് ആശംസാ കാർഡുകൾ കൈമാറിയായിരുന്നു നിർവഹിച്ചത്. നെഹ്റു പുസ്തകമേള, പുസ്തക ചർച്ച, ചിത്രപ്രദർശനം, സാഹിത്യ സംഗമം, പ്രതിഭാ സംഗമം, കുട്ടികളുടെ കലോത്സവം, ശലഭമേള എന്നിവയും സംഘടിപ്പിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി സംസ്ഥാന ശലഭമേളയിലെ വിജയികൾക്ക് കോഴിക്കോട്ട് സ്വീകരണം നൽകി. പോലീസ് ക്ലബ്ബിൽ വെച്ച് നടന്ന ചടങ്ങിൽ കുഞ്ഞുണ്ണി കവിതാ പുരസ്കാര ജേതാവ് കുമാരി എം ശിവാനിക്ക് അനുമോദനവും നൽകി. ജഗന്മയൻ ചന്ദ്രപുരി അധ്യക്ഷം വഹിച്ച പരിപാടി PR നാഥൻ ഉദ്ഘാടനം ചെയ്തു. പി അനിൽ ബാബു, KF ജോർജ്, KP കുഞ്ഞിമൂസ, സാധിക, MV കുഞ്ഞാമു, NE ബാലകൃഷ്ണ മാരാർ, വിജയ D നായർ, നാസർ പരദേശി, അഷ്റഫ് ചേലാട്ട് എന്നിവർ സംസാരിച്ചു. നടുവട്ടം UP സ്കൂളിലെ നവീകരിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. SSA ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ കായിക സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഉഷാദേവി ടീച്ചർ നിർവഹിച്ചു. നടുവട്ടം ഗവൺമെന്റ് UP സ്കൂളിൽ SSA ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കോർപ്പറേഷൻ വിദ്യാഭ്യാസ കായികം സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഉഷാദേവി ടീച്ചർ നിർവഹിച്ചു. ഈ കെട്ടിടം എന്ന് പറഞ്ഞാൽ നേരത്തെ നിങ്ങളുടെ SM പറഞ്ഞ മാതിരി ഏത് നിമിഷവും പൊളിഞ്ഞു വീഴുമെന്ന ഭീതിയോടുകൂടി ഓട് കർഷകർ നിരവധിക്കും അത് പേടിച്ചിരിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടായിരുന്നു. ഇപ്പൊ ഇരിക്കുമ്പോഴെങ്ങനെയാ ഒന്ന് പറഞ്ഞാട്ടെ? ഇഷ്ടായോ? നല്ല ഇഷ്ടായോ? അപ്പൊ ഏതായാലും വളരെ സന്തോഷമുണ്ട്. നമുക്ക് അടുത്തതിൽ നമുക്ക് എന്തുകൂടെ ചെയ്യണോ, ഇവിടെ നമ്മൾ സീലിംഗ് ഇടണം. പരിപാടിയിൽ കൌൺസിലർ പ്രസീജ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക JCB മറ്റം, അനിൽകുമാർ N, ഗിരീഷ് AV, നുജു, സുധാകരൻ മാസ്റ്റർ C, ശശി RM എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രപഞ്ചസാരം വേദമാണെന്ന് വാഴൂർ തീർത്ഥപാദ ആശ്രമാധിപതി സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥപാദ പറഞ്ഞു. കൊളത്തൂർ അദ്വൈതാശ്രമം ഏർപ്പെടുത്തിയ വേദാന്തര രത്ന പുരസ്കാരം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രപഞ്ചസാരം വേദമാണെന്ന് വാഴൂർ തീർത്ഥപാദ ആശ്രമാധിപതി സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥപാദ പറഞ്ഞു. ഈ ലോകത്തും പരലോകത്തും നേരിടേണ്ടതിനെ കുറിച്ചെല്ലാം വേദത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം വിശദീകരിച്ചു. കോഴിക്കോട് കൊളത്തൂർ അദ്വൈതാശ്രമം ഏർപ്പെടുത്തിയ വേദാന്ത രത്ന പുരസ്കാരം സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹം. കർമ്മ ജ്ഞാനമാർഗങ്ങൾ സൂക്ഷ്മമായ വേദത്തിൽ വിവരിക്കുന്നുണ്ട്. വിവേകമില്ലാതെ പ്രവർത്തിച്ചാൽ അകാല മരണവും നാശവും സംഭവിക്കും. താൽക്കാലിക നേട്ടങ്ങൾക്കായി ഓടുന്നവർ നാശത്തിൽ ചെന്നു വീഴും. ഭൗതിക നേട്ടത്തിനായാലും ആത്മീയ ജീവിതത്തിനായാലും വിവേകമാണ് ആദ്യം വേണ്ടത്. സത്യമേതെന്നും അസത്യമേതെന്നും നാം തിരിച്ചറിയണം. വേണ്ടതിലേക്ക് കണ്ണു തുറക്കാൻ കഴിയണം. ഇത്തരത്തിലുള്ള വിവേകവും വിവേചന ബുദ്ധിയും വേദത്തിലുണ്ടെന്ന് സ്വാമി വിശദീകരിച്ചു. സ്വാമി രാമാനന്ദ സരസ്വതി പുരസ്കാരം സമർപ്പിച്ചു. രാമകൃഷ്ണാശ്രമം സെക്രട്ടറി സ്വാമി വിനിശ്ചിതാനന്ദ അധ്യക്ഷം വഹിച്ചു. സ്വാമി ചിദാനന്ദപുരി, ഡോക്ടർ പ്രിയദർശൻലാൽ, വല്ലോറക്കാവ് ക്ഷേത്ര സമിതി പ്രസിഡന്റ് MK രജീന്ദ്രനാഥ്, വൈസ് പ്രസിഡന്റ് AK പത്മകുമാർ എന്നിവർ സംസാരിച്ചു. ഉത്സവാന്തരീക്ഷത്തിൽ താമരശ്ശേരി താലൂക്കിന്റെ ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിലൂടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു. ജില്ലയിലെ 4ാമത്തെ താലൂക്കാണ് താമരശ്ശേരി താലൂക്ക്. ചടങ്ങിൽ VM ഉമ്മർ മാസ്റ്റർ MLA അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സാംസ്കാരിക ഘോഷയാത്രയും സംഘടിപ്പിച്ചു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി നടന്ന പ്രൗഢഗംഭീര ഘോഷയാത്രയിൽ 100 പേർ പങ്കെടുത്തു. സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ്, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ, JRC കുടുംബശ്രീ പ്രവർത്തകർ, വിവിധ സാംസ്കാരിക നായകർ എന്നിവർ പങ്കെടുത്ത ഘോഷയാത്രയ്ക്ക് ബാൻഡ് വാദ്യങ്ങളും ടേബ്ലോകളും കൊഴുപ്പേകി. ഘോഷയാത്രയ്ക്ക് MK രാഘവൻ, VM ഉമ്മർ മാസ്റ്റർ, C മോയിൻകുട്ടി MLA, A അരവിന്ദൻ, K മൂസക്കുട്ടി, PC അഷ്റഫ് എന്നിവർ നേതൃത്വം നൽകി. ഉത്സവാന്തരീക്ഷത്തിൽ താമരശ്ശേരി താലൂക്കിന്റെ ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിലൂടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു. ശാരീരിക അസ്വസ്ഥത മൂലം വിശ്രമിക്കുന്ന മുഖ്യമന്ത്രി പുതിയ താലൂക്ക് സുതാര്യതയോടെയുള്ള ഭരണനിർവഹണത്തിന് ഉപകരിക്കട്ടെ എന്ന് ആശംസിച്ചു. ചടങ്ങിൽ VM ഉമ്മർ മാസ്റ്റർ MLA അധ്യക്ഷം വഹിച്ചു. മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി ഡോക്ടർ MK മുനീർ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. MK രാഘവൻ MP, MI ഷാനവാസ് MP, C മോയിൻകുട്ടി MLA, പുരുഷൻ കടലുണ്ടി MLA, ജില്ലാ കളക്ടർ CA ലത, മുൻ മന്ത്രി P സിറിയക് ജോൺ, മുൻ MLA AK മൂസക്കുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കാരാട്ട് റസാഖ്, ADM അറുമുഖൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ താര അബ്ദുറഹിമാൻ ഹാജി, ആയിഷക്കുട്ടി സുൽത്താൻ, ആന്റണി നിർവേലി, എലിയാമ്മ ജോർജ്, KM കോമളവല്ലി, റസിയ ഇബ്രാഹിം, UP നഫീസ, CP മുഹമ്മദ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജമീല ഉസ്മാൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KC മാമു മാസ്റ്റർ, KB മുഹമ്മദ്, അഡ്വക്കേറ്റ് ജോസഫ് മാത്യു,
KC അബു, MA റസാഖ് മാസ്റ്റർ, PS മുഹമ്മദ് അലി, ജോസ് ടൈറ്റസ്, ഗിരീഷ് തേവള്ളി എന്നിവർ സംസാരിച്ചു. താമരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് അരവിന്ദൻ സ്വാഗതവും തഹസിൽദാർ KM സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു. വാർത്തയിൽ മറ്റൊരിടവേള. The handcrafted collection by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്. Stars collection. Youthilariya best. Youthful surprises. Shades and style. Latest type fashion. Lowest price attraction. Kalyan Silks. Stars collection. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സ്റ്റാർസ് കളക്ഷൻസ്. ഫാഷൻ ലോകത്തെ പുതിയ വിസ്മയങ്ങൾ. വില 250 രൂപ മുതൽ. വലിയ വിസ്മയങ്ങൾക്ക് ഇനി ചെറിയ വില. സ്റ്റാർസ് കളക്ഷൻസ്. വാർത്തകൾ തുടരുന്നു. മതേതര ഭാരതം ഒരുമയോടെ കേരളം എന്ന മുദ്രാവാക്യവുമായി കോഴിക്കോട് ജില്ലയിൽ മുസ്ലിം ലീഗ് നടത്തിവരുന്ന ബോധനയാത്ര 18-ന് കടപ്പുറത്ത് നടക്കുന്ന ബഹുജന സമ്മേളനത്തോടെ സമാപിക്കും. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ AICC ജനറൽ സെക്രട്ടറി ദിഗ്വിജയ് സിംഗ് മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന പ്രചാരണങ്ങളുടെ തുടർച്ചയായാണ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ഉമ്മർ പാണ്ടികശാലയുടെയും ജനറൽ സെക്രട്ടറി MA റസാഖ് മാസ്റ്ററുടെയും നേതൃത്വത്തിൽ ബോധനയാത്ര സംഘടിപ്പിച്ചത്. 18-ന് ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തിലേക്ക് പ്രവർത്തകർ ചെറുജാഥകളായി എത്തിച്ചേരും. AICC ജനറൽ സെക്രട്ടറി ദിഗ്വിജയ് സിംഗ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, കേന്ദ്രമന്ത്രി E അഹമ്മദ്, വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, മന്ത്രിമാർ, മുസ്ലിം ലീഗ് സംസ്ഥാന നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. മതേതരത്വത്തിന് ഭീഷണി ഉയർത്തി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP നടത്തുന്ന പ്രചാരണങ്ങളെ പ്രതിരോധിക്കാനും ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനായി ജനകീയ കൂട്ടായ്മ രൂപപ്പെടുത്തുന്നതിനുമാണ് ജാഥയിൽ ഊന്നൽ നൽകിയതെന്ന് ജാഥ ക്യാപ്റ്റൻ ഉമ്മർ പാണ്ടികശാല, വൈസ് ക്യാപ്റ്റൻ MA റസാഖ് മാസ്റ്റർ എന്നിവർ പറഞ്ഞു. സാമൂഹ്യ സുരക്ഷാ നിയമങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കോഴിക്കോട് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാറാട് വിവേകാനന്ദ വിദ്യാലയത്തിൽ നടന്ന ക്ലാസ് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സബ് ജഡ്ജ് RL ബൈജു ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സാമൂഹ്യ സുരക്ഷാ നിയമങ്ങൾ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അവകാശം സംരക്ഷിക്കുന്നതിന് ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യ നിയമങ്ങളെ സംബന്ധിച്ചാണ് ക്ലാസ് എടുത്തത്. മാറാട് വിവേകാനന്ദ വിദ്യാലയത്തിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സബ് ജഡ്ജ് RL ബൈജു ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർ P ദേവരാജൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് K സീനത്ത് ക്ലാസിന് നേതൃത്വം നൽകി. പ്രത്യേകം ഒരു വകുപ്പ് മീൻസ് ആർട്ടിക്കിൾ 15(3) എന്ന് പറയുന്നത് പ്രത്യേക പരിഗണന ആവശ്യമുള്ളവരെ സപ്പോർട്ട് ചെയ്യുക, അതിന് പ്രത്യേക നിയമങ്ങൾ കൊണ്ടുവരിക. വിവേക് രവീന്ദ്രനാഥ്, നാസർ, ചമ്പയിൽ വേണുഗോപാൽ, P സുരേന്ദ്രൻ, P ഹരിദാസൻ, അരുണപ്രഭ CV എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. ഹബീബി ഒപ്പന കുറ്റിച്ചിറയുടെ വാർഷിക ആഘോഷം മൈലാഞ്ചി രാവ് നൃത്തങ്ങളും സംഗീതവും നിറഞ്ഞ സന്ധ്യ സമ്മാനിച്ചു. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം KUDFC ചെയർമാൻ K മൊയ്തീൻ കോയ നിർവഹിച്ചു. കുറ്റിച്ചിറ ഹബീബി ഒപ്പന സംഘത്തിന്റെ 30ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മൈലാഞ്ചി രാവാണ് വീണ്ടും ഓർമ്മകളുടെ വളകിലുക്കങ്ങൾ സമ്മാനിച്ചത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കല്യാണ രാവിൽ അവതരിപ്പിക്കുന്ന കലാരൂപങ്ങളായ ഒപ്പന, ഗുജറാത്തി നൃത്തം, നാടോടി നൃത്തം എന്നിവയാണ് സംഘം അരങ്ങിലെത്തിച്ചത്. കല്യാണത്തിന് മണവാട്ടിയെ ഒരുക്കുമ്പോൾ കല്യാണ വീടുകളിൽ അവതരിപ്പിക്കുന്ന കലാരൂപങ്ങളാണിവ. പളവള മിന്നുന്ന തട്ടവും കാച്ചിക്കുപ്പായവും അണിഞ്ഞൊരുങ്ങിയാണ് ഒപ്പന പെൺകുട്ടികൾ എത്താറ്. 6 പേരടങ്ങുന്ന 2 സംഘങ്ങളാണ് പരിപാടി അവതരിപ്പിച്ചത്. പഴയകാല ഗായകരായ AV മുഹമ്മദ്, ബാബുരാജ്, SM മുഹമ്മദ് എന്നിവരുടെ പാട്ടുകളാണ് വേദിയിൽ അവതരിപ്പിച്ചത്. വൈഷ്ണവി ഷിജിത്, ജമാലുദ്ദീൻ, MA റഹ്മാൻ എന്നിവർ പാടി. KUDFC ചെയർമാൻ K മൊയ്തീൻ കോയ ഉദ്ഘാടനം ചെയ്തു. സലാം നന്മണ്ട അധ്യക്ഷം വഹിച്ചു. KP മുഹമ്മദ് കോയ, വെളിയം ബാബു, ഡോക്ടർ K മൊയ്തു, MA റഹ്മാൻ, P മൊയ്തീൻ കോയ, കൌൺസിലർ CP മുസാഫിർ അഹമ്മദ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. പട്ടികജാതി വർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് നിരവധി സംരക്ഷണ നിയമങ്ങൾ നിലവിലിരിക്കെ
കാണാതായവരെക്കുറിച്ച് 4 മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു വിവരവുമില്ല. രക്ഷിതാക്കളും ബന്ധുക്കളും പോലീസ് സ്റ്റേഷനും കമ്മീഷൻ ഓഫീസും കയറി മടുത്തെങ്കിലും അനുകൂലമായ നിലപാടോ മറുപടിയോ പോലീസിൽ നിന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. പോലീസിന്റെ ഭാഗത്തുനിന്നും കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെയും അന്വേഷണം ഊർജിതപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് പട്ടികജാതി പട്ടികവർഗ സംഘടനകൾ KC സുധീഷ് മിസ്സിംഗ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. ആക്ഷൻ കമ്മിറ്റി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി ജനുവരി 22 ബുധനാഴ്ച കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ കൂട്ട ഉപവാസ സമരം നടത്തും. റോഡ് സുരക്ഷാ ദിനാചരണത്തിനോടനുബന്ധിച്ച് സിറ്റി ട്രാഫിക് പോലീസിന്റെ ആഭിമുഖ്യത്തിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു. BEM ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ആരംഭിച്ച റാലി നോർത്ത് ട്രാഫിക് അസിസ്റ്റന്റ് കമ്മീഷണർ ദേവസ്യ ഫ്ളാഗ് ഓഫ് ചെയ്തു. സൌത്ത് ട്രാഫിക് അസിസ്റ്റന്റ് കമ്മീഷണർ അബ്ദുൾ റസാഖ്, ട്രാഫിക് CI ബോസ് എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. കോഴിക്കോട് പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ KUWJ വനിതാ അംഗങ്ങളുടെ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ തൊഴിൽ ചെയ്യുന്ന സ്ത്രീ വിശാഖ നിർദ്ദേശങ്ങളെക്കുറിച്ച് അറിയേണ്ടത് എന്തിന് എന്ന വിഷയത്തിൽ ദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്നു. ജനുവരി 18 ഉച്ചയ്ക്ക് നളന്ദ ഓഡിറ്റോറിയത്തിലാണ് സെമിനാർ. ബൻവാരി ദേവി, കവിത ശ്രീവാസ്തവ, ആനി രാജ, അഡ്വക്കേറ്റ് അനില ജോർജ് തുടങ്ങിയവർ സെമിനാറിൽ സംബന്ധിക്കും. 35 വർഷത്തെ ഉപഭോക്തൃ സേവനത്തിന്റെ പാരമ്പര്യവുമായി പാത്രപ്പുര കോഴിക്കോട്ട് എത്തുന്നു. ജനുവരി 18 ശനിയാഴ്ച പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഷോറൂം ഉദ്ഘാടനം ചെയ്യും. സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന മിലാദ് ക്യാമ്പയിന്റെ ഭാഗമായി കോഴിക്കോട് കടപ്പുറത്ത് അന്താരാഷ്ട്ര മിലാദ് സമ്മേളനവും മദ്ഹ് റസൂൽ പ്രഭാഷണവും സംഘടിപ്പിക്കും. ജനുവരി 19 വൈകിട്ട് നടക്കുന്ന സമ്മേളനത്തിൽ അഖിലേന്ത്യാ സുന്നി ജമയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മദ്ഹ് റസൂൽ പ്രഭാഷണം നടത്തും. സംസ്ഥാന മുൻ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ KK നായരുടെ നിര്യാണത്തിൽ കോഴിക്കോട്ടെ പരിസ്ഥിതി സ്നേഹികളുടെ കൂട്ടായ്മ അനുശോചനം രേഖപ്പെടുത്തി. കോഴിക്കോട് ചാവറ കൾച്ചറൽ സെന്ററിൽ നടന്ന അനുശോചന യോഗത്തിൽ ഡോക്ടർ K മാധവൻകുട്ടി അധ്യക്ഷം വഹിച്ചു. ഫാദർ ജോസ് ഇടപ്പായി, കുന്നത്ത് ഗോപാലകൃഷ്ണൻ, A അച്യുതൻ, ഡോക്ടർ K സുഗതൻ, VT വേണുഗോപാൽ, ഡോക്ടർ V വിജയൻ, PB രാമചന്ദ്രൻ, M രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. KK നായരുടെ നിര്യാണത്തോടെ പരിസ്ഥിതി സ്നേഹികളുടെ കോഴിക്കോട്ടെ ശക്തമായൊരു കണ്ണികൂടി നഷ്ടമായതായി യോഗത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. ചെറുപ്പം മുതൽ കാടിനെയും മൃഗങ്ങളെയും അടുത്തറിഞ്ഞ KK നായർ അതിയായ ആഗ്രഹത്തോടെയാണ് ഫോറസ്റ്റ് സർവീസിൽ ചേർന്നത്. തന്റെ ചിന്തകൾക്ക് പ്രായോഗിക തലം കണ്ടെത്തുകയായിരുന്നു അദ്ദേഹം. സർവീസിലിരിക്കെ ഏറെ വന്യമൃഗ സംരക്ഷണ പദ്ധതികളും അദ്ദേഹം കേരളത്തിന് നൽകിയിരുന്നു. KK നായരുടെ പരിസ്ഥിതി സ്നേഹത്തിന്റെ അടയാളമായി അദ്ദേഹത്തിന്റെ വീടിന്റെ ചുറ്റുമതിലിലും ചിത്രങ്ങൾ വരച്ചിരുന്നു. കടുവയുടെ വംശനാശ ഭീഷണിയും സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം എഴുതി ഫലിപ്പിച്ചിരുന്നു. പ്രേം നസീറിന്റെ 25ാം ചരമവാർഷിക പരിപാടികൾ ജനുവരി 16, 17, 18 തീയതികളിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കും. പ്രേം നസീർ സാംസ്കാരിക വേദി നൽകുന്ന പുരസ്കാരം പ്രേം നസീറിന്റെ 85 സിനിമകൾ സംവിധാനം ചെയ്ത പ്രശസ്ത സംവിധായകൻ ശശികുമാറിന് നൽകും. 10,001 രൂപയും ഫലകവും അടങ്ങുന്ന അവാർഡ് ജനുവരി 18 നടക്കുന്ന ചടങ്ങിൽ സമർപ്പിക്കും. സിറാജ് ദിനപത്രത്തിലെ മുതിർന്ന പത്രപ്രവർത്തകനായിരുന്ന അബ്ദുൾ അസീസ് സഖാഫിയുടെ നിര്യാണത്തിൽ കോഴിക്കോട് പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ അനുശോചിച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകരായ M പത്മനാഭൻ, MP പ്രശാന്ത്, KP രാമചന്ദ്രൻ, K ഷരീഫ്, ഗഫൂർ തുടങ്ങിയവർ അനുശോചന യോഗത്തിൽ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ന് കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഭരിക്കുന്ന സർക്കാർ കോർപ്പറേറ്റുകളുടെ സർക്കാരാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം BV ദക്ഷിണാമൂർത്തി. പാചകവാതക വില വർധനവിനെതിരെ CPMന്റെ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു. കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്കിലേക്കുള്ള സ്വീപ്പർ നിയമനത്തിൽ ക്രമക്കേടെന്ന് DYFI. നിയമനത്തിനെതിരെ പ്രവർത്തകർ ബാങ്ക് ഉപരോധിച്ചു. കാരപ്പറമ്പ് ഹോമിയോ മെഡിക്കൽ കോളേജ് ശുദ്ധീകരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ ധർണ. വാർത്തകളുടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.